പ്രിയപ്പെട്ടവരെ നമസ്കാരം. ചരിത്രം ഞങ്ങളിലൂടെ വീണ്ടും ആരംഭിക്കുകയാണ്. പറയടി സരിതരെ തുടർച്ച ട്ടാ. എനിക്കിനി അധികമൊന്നുമില്ല പറയാനായിട്ട്. എൻ്റെ ഏതാണ്ട് കഴിഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഇങ്ങനത്തെ മനസ്സിനെ വേദനിപ്പിച്ച ഓർമ്മകൾ മാത്രമേ ഓർമ്മയുള്ളൂ. ശരിക്കും നമുക്ക് അതൊക്കെ നമ്മൾ മറന്നു കളയണം. നമ്മളെ സന്തോഷമുള്ള ഓർമ്മകൾ വേണം നമ്മൾ ഓർത്ത് വയ്ക്കാൻ, അല്ലേ? കല്യാണത്തിന് ശേഷം ഒരു വിധം അങ്ങനെയാട്ടാ. നമ്മളെ ദുഃഖിപ്പിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ പിന്നെ ഓർക്കില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ തന്നെ ഞാനിപ്പോൾ ചേട്ടൻ്റെ അടുത്തായാലും അതിനെക്കുറിച്ച് എങ്ങാനും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചേട്ടൻ അതിനപ്പം നിർത്തും. അതൊക്കെ വിട്ടുകളെ അതൊക്കെ കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞു പോയി എൻ്റെ വിഷമിച്ച എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും അത് ആലോചിച്ചിരുന്ന് വിഷമിക്കണമെന്ന് ചേട്ടന് തീരെ ഇഷ്ടമില്ല. അപ്പം അത് അവിടെ നിർത്തും. പിന്നെ എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അന്ന് ഇപ്പം എനിക്ക് കമൻസ് ആയാലും വന്നിട്ടുണ്ടായിരുന്നു വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പം ഞാൻ എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടി കൂടെ കടന്നു വരുമ്പോൾ ഞാനൊരു ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ജീവിക്കണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ എപ്പോഴും അമ്മയുടെ ചെറുപ്പകാലത്തെ കഥകൾ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. എന്നൊന്ന് പറഞ്ഞ പോലെ അമ്മ എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് ഓർമ്മ വരും ഓരോ കാര്യങ്ങൾ. അപ്പം അമ്മ അതിങ്ങനെ പറയും. അപ്പോൾ അമ്മയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കണത്. അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് അമ്മയുടെ ചെറുപ്പകാലത്ത് അമ്മ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കഥകളൊക്കെ കേൾക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് എനിക്ക് ഞാനൊരു വിഷമം അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണ് ജീവിക്കണമെന്ന് തോന്നിയിട്ടില്ലേ. പിന്നെ അതുപോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേലും എപ്പോഴും അമ്മ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടി ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ കടത്തിണ്ണകളിൽ കിടക്കുന്നവർ, പിച്ചക്കാരായിട്ടുള്ള അങ്ങനെ അതുപോലത്തെ ആൾക്കാരെയൊക്കെ കാണിച്ചു തരും. ഓലക്കുടിലുകളിൽ താമസിക്കണവർ അങ്ങനെ അവരെ വീടൊക്കെ കാണിച്ചു തരും. അപ്പം നോക്കിയാലേ അവർ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ നോക്കി അപ്പം നമ്മളൊക്കെ എത്ര സുഖത്തിലാണ് ജീവിക്കണേ അങ്ങനെ പറഞ്ഞു തരും അമ്മ എപ്പോഴും. പിന്നെ അമ്മ എപ്പോഴും പറയണകാരുണ്ട്, അത് ഇപ്പോഴും ഞാൻ ആലോചിക്കും. നമ്മളെപ്പോഴും നമ്മളെക്കാളും ബുദ്ധിമുട്ടിൽ ജീവിക്കുന്നവരെ നോക്കണം. അല്ലാണ്ട് നമ്മളെക്കാളും ഇപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മളെക്കാളും ഉയർന്ന ആളുകളെ മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സംതൃപ്തി കിട്ടില്ല. എനിക്കതില്ലല്ലോ എനിക്കിതില്ലല്ലോ എന്നിട്ട് പരാതി പറയാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അമ്മ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അങ്ങനെ നോക്കുള്ളൂ. അവരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര അപ്പോൾ നമുക്കുള്ളതാണ് നമ്മൾ ആലോചിക്കുള്ളൂ അങ്ങനെ. അപ്പോൾ ഓലക്കുടിലൊക്കെ താമസിക്കണവർ ഇപ്പം എൻ്റെ അമ്മയുടെ വീട് വെങ്ങണിശ്ശേരിയിലത്തെ വീട് അമ്മ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ 3 വീട്ടിലാണ് മെയിനായിട്ടും ചെറുപ്പത്തിൽ പോവാറ്. കുഞ്ഞിമാമൻ്റെ വീടുണ്ട്, അച്ചാച്ചൻ്റെ വീട്, പിന്നെ വെല്ലിമാമൻ്റെ വീട്, അമ്മയുടെ ചേട്ടൻ്റെ വീട്. അമ്മയുടെ ചേട്ടനാണ് അമ്മേനെ നോക്കിയിട്ടുള്ളതും വളർത്തിയതും പഠിപ്പിച്ചതും കല്യാണം കഴിപ്പിച്ചു വിട്ടതൊക്കെ അമ്മയുടെ ചേട്ടനാണ്, വെല്ലിമാമൻ്റെ വീട്. പിന്നെ അമ്മയുടെ തറവാട്, അങ്ങനെ 3 വീടുകളെ. അതിൽ ഈ കുഞ്ഞുമാവൻ്റെ വീട്, അച്ചാച്ചൻ താമസിക്കുന്ന വീട്, എൻ്റെ ഓർമ്മയിലുള്ള വീട് ഒരു മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീട്, ഓലപ്പെരയായിരുന്നു. എനിക്ക് ആ വീടൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ചെറുപ്പത്തിൽ. അപ്പോൾ അതുപോലത്തെ വീടുകൾ അപ്പം ഞാൻ അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ വീട് വലിയ വീട്, എനിക്ക് ഓടിട്ട വീടല്ലേ. മണ്ണ് പൊത്തി വെച്ച് ഉണ്ടാക്കിയ വീട് തന്നെയാണ്, പക്ഷെ ഓടുമേഞ്ഞ വീടാണ്. അപ്പം ഇടിവെട്ടും മഴയൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ ഈ കടത്തിണ്ണകളിലൊക്കെ കിടന്നുറങ്ങണവർ, പെന്തുട്ടോ ചെയ്യേണ്ട ഓലപ്പെരയിൽ താമസിക്കണവരൊക്കെ അവർ വീടങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അങ്ങനെയൊക്കെ നമുക്ക് പേടിയാവും അങ്ങനെയുള്ളവരാലോചിക്കുമ്പോൾ. ഇടിവെട്ടും മഴയും വലിയ കാറ്റും മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ സുഖമായിട്ട് നമ്മുടെ വീട്ടിൽ ജീവിക്കണോ, അങ്ങനത്തെ വീടുകളിലുള്ളവർ ഇപ്പം എന്ത് ചെയ്യായിരിക്കും ദൈവമേ, അവർക്ക് കിടന്നുറങ്ങാൻ ഒരു മനസ്സമാധാനം ഉണ്ടാവുമോ അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്കുള്ളതിൽ നമ്മൾ സന്തോഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിങ്ങനെ അന്നത്തെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നു. ഇപ്പം നമ്മൾ നല്ല സുഖത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അന്നത്തെ ആലോചിക്കുമ്പോൾ ഒരു ഇത് തോന്നുന്നു മാത്രം. അല്ലാണ്ട് അന്ന് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അത് അങ്ങനത്തെ ബുദ്ധിമുട്ടി കൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കല്യാണത്തിന് ശേഷം ഞങ്ങൾക്ക് സുഖകരമായ ജീവിതമായിരുന്നില്ല. കല്യാണം കഴിഞ്ഞൊരു 1.5 കൊല്ലം വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 10.5 കൊല്ലമാണ് ചേട്ടൻ പ്രത്യേകിച്ച് ഒരു പണിയില്ലാണ്ടിരുന്നത്. അല്ല, ഒന്നും ചെയ്യാണ്ടിരുന്നിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായില്ല. ചേട്ടൻ ഓരോന്നും ചെയ്യാൻ ശ്രമിച്ചു മുഴുവൻ അറിയാത്ത പണികളായിരുന്നു. അപ്പം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉള്ള കാശ് പോവുക, നമ്മൾക്കുള്ള കടം കൂടി വരിക എന്നല്ലാണ്ട് പിന്നെ ടെൻഷനും. 10.5 കൊല്ലം. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ 5 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലം 5ാമത്തെ വെഡിങ് ആനിവേഴ്സറിയിൽ അന്നാണ് ഈ വീട്ടിലേക്ക് മാറിയത്. അപ്പം ഈ വീട് പണിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. താമസിക്കാവുന്ന ചുറ്റുപാടാക്കി. അടിപ്പണി കഴിഞ്ഞിട്ടില്ല, പെയിന്റിങ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അടിയിൽ വെറുതെ കോൺക്രീറ്റ് ചെയ്ത് വാതിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ കയറി താമസിച്ചത് 2008.
അവിടെ നിന്ന് പിന്നെ ജഗ്ഗുവിനെ പ്രസവിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്തേക്കാണ് പണിയൊക്കെ കഴിച്ചത്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ആ 5 കൊല്ലം മൂന്നാമത്തെ ചേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ആ തറവാട് വീട് മൊത്തം പണിസ്ഥലാക്കി. പണിക്കാർ കണ്ടമാനം പേരുണ്ടായിരുന്നു ഈ സ്വർണ്ണപ്പണി. അപ്പോൾ പണിക്കാരും അവിടെ തന്നെ താമസിക്കണേ, നമ്മളും അവിടെ തന്നെ ആകുമ്പോൾ അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോഴാണ് ഞങ്ങൾ ആ സമയത്ത് വലിയേട്ടൻ്റെ വീട്, ചെറിയേട്ടൻ്റെ വീട്, കുഞ്ഞേട്ടൻ്റെ വീട്, 3 വീട് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തറവാട്ടിൽ ആ സമയത്ത് ഉള്ളവരൊക്കെ കൂടി ഈ 3 വീടുകളിലേക്കായിട്ട് മാറി. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് അല്ലൻ ചേട്ടൻ്റെ വീട്, മൂന്നാമത്തെ ചേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 കൊല്ലം നിന്ന്. അപ്പോൾ അപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് 1.5 കൊല്ലം വരെ ചേട്ടൻ പണിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് പണിയിൽ നിന്ന് ചേട്ടൻ പോരുന്നത്, സ്വർണ്ണപ്പണിയിൽ നിന്ന്. അപ്പോൾ ഒരുമിച്ച് ഉള്ള പണിയിലായിരുന്നു. അല്ല 4 പേര് ഒരുമിച്ചായിരുന്നു ആ സമയത്ത് പണി. പിന്നെ അവിടെ നിന്ന് പോന്നു, അവരെ ഒപ്പത്തുനിന്ന് പോന്നു ചേട്ടൻ. എന്നിട്ട് പിന്നത്തെ ഒരു 10.5 കൊല്ലത്തെ അതിഭീകരമായൊരവസ്ഥയെ കൂടെ കടന്നുപോയി. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയില്ല, തൊഴിലില്ല, കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർമാർ പോലും നമ്മളോട് നമ്മുടെ ടെസ്റ്റ് റിസൾട്ടുകൾ കാണുമ്പോൾ കുഴപ്പമില്ല ശരിയാവും എന്ന് പറഞ്ഞിട്ടില്ല. റിസൾട്ട് നോക്കും, ഞങ്ങൾ നോക്കും, വളരെ സഹതാപത്തോടു കൂടി ഞങ്ങൾ 2 പേരും നോക്കും. നമുക്ക് നോക്കാം, മരുന്ന് കഴിച്ച് നോക്കാം, പിന്നെ ദൈവത്തിനെ നന്നായി വിളിക്കുക, ഇങ്ങനെയാണ് പറയാറ് ഡോക്ടർമാർ. ഒരു ഡോക്ടർ പിന്നെ മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങൾക്ക് ഉണ്ടാവില്ല കുട്ടികളെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഉണ്ടാവില്ല, അല്ല അഡോപ്ഷൻ പോലെയുള്ള എന്തെങ്കിലും നിങ്ങൾ നോക്കുക എന്നുള്ളത് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഇതൊന്നും ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ചേട്ടാ ഞങ്ങൾ. ഇനിയിപ്പോൾ ഈ എപ്പിസോഡ് കാണുമ്പോഴോ ഇത് പലരും അറിയും ഇങ്ങനെയൊക്കെ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ നമ്മളെ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മളത് ഓർമ്മിപ്പിക്കും. ഞങ്ങളാണെങ്കിൽ ഇത് മറക്കാൻ ശ്രമിക്കുകയാണ്. ഉണ്ടാവും, ഒരു കുട്ടിയെങ്കിലും നമുക്ക് ഉണ്ടാവാണ്ടിരിക്കില്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്നങ്ങോട്ട് വിചാരിച്ച് വിഷമിച്ചിരുന്നിട്ടില്ല. വിഷമമൊക്കെ വരും രാത്രികളിൽ, ചില ദിവസം രാത്രികളിൽ ഉറങ്ങാറില്ല, കരയും. ചേട്ടനൊരു പ്രശ്നമില്ല ചേട്ടാ, ചേട്ടൻ ഇതുപോലെ തന്നെ ഫുൾ ടൈം ഇരിക്കണ്ടോ? അങ്ങനെയൊന്നുമില്ല, നമ്മള് അങ്ങനെ വിഷമം കാണിക്കുന്നില്ല എന്നുള്ളതാ നമ്മുടെ ഉള്ളിലായാലും. ചേട്ടന് ഏറ്റവും ദേഷ്യം ഞാൻ കരയണത് കാണാൻ പാടില്ല, അപ്പൊ ചേട്ടന് ദേഷ്യം വരും. അപ്പൊ ചേട്ടൻ ഉറങ്ങി കഴിയുമ്പോഴും എന്റെ കരച്ചിൽ തുടങ്ങാം. നമുക്ക് കരച്ചിൽ വന്നു കഴിഞ്ഞാൽ കരയാണ്ട് പറ്റില്ലല്ലോ, നമ്മുടെ വികാരങ്ങളെ നമ്മള് ഒതുക്കി പിടിക്കാൻ പാടില്ല, നമുക്ക് കരച്ചിൽ വന്നാൽ കരയണം. അപ്പോൾ ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വരും. രാത്രി ചിലപ്പോൾ ഉറക്കം വരാണ്ട് കിടക്കുമ്പോഴാവും കരച്ചിൽ വരാം, അപ്പം കരയും. പിന്നെ എനിക്ക് പിന്നെ എത്ര കരഞ്ഞാലും മുഖം കഴുകി കഴിഞ്ഞാൽ കരഞ്ഞതായിട്ട് തോന്നില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ, എന്തോരം സമയം ഇരുന്ന് കരഞ്ഞാലും. അതുകൊണ്ട് കുഴപ്പമില്ല, ആരും അറിയില്ല ഞാൻ കരയണത്. അപ്പം ഞാൻ നല്ല ഹാപ്പി ആയിട്ട് നടക്കാൻ തന്നെ എല്ലാവർക്കും തോന്നുള്ളൂ. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് കുട്ടികളുണ്ടാവാത്തതിലൊന്നും ഇവർക്കൊരു വിഷമവും ഇല്ല, ഇവരിനി വേണ്ടാന്ന് വെച്ച് നടക്കാൻ തോന്നുന്നുണ്ട്, അവർ നോക്കി എന്ത് ഇതില്ല നടക്കണേ, അങ്ങനെയും പറയാറുണ്ട് ഞങ്ങളോട്. അപ്പോൾ നമുക്ക് സഹതാപത്തോടു കൂടി നമ്മളെ നോക്കണ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കും. അപ്പം എന്നിട്ട് വെച്ചാൽ കുട്ടികളില്ല, പണിയും തൊഴിലില്ല, കയ്യിൽ കാശില്ല, വീടില്ല, പിന്നെന്തുട്ടാ പറയുക ചേട്ടാ, കടമുണ്ട്, ലോണുണ്ട്, ആ ലോണിലേക്ക് 1 രൂപ പോലും അടക്കില്ല, വരുമാനമില്ലല്ലോ. ഇങ്ങനത്തെ അതായത് ഇതിലത്തെ ഒരു 50% ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളായിട്ട് വരുത്തി വെച്ചത് തന്നെയാണ്. 50% ഈശ്വര നിശ്ചയാണെന്ന് വിചാരിക്കുക, അല്ലാണ്ട് വേറെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ് കുറെ. അതിന്റെ ചരിത്രത്തിലേക്ക് അതിന് അവിടെ എത്തുമ്പോ പറയാട്ടാ, അത് പറയാണ്ട് കുറെ, അത് അവിടെ എത്തട്ടെ പറയാം. ഇൻസ്പിറേഷൻ ചിലപ്പോ കുറെ പേര് കിട്ടുമായിരിക്കും ആ കഥകള്. അപ്പൊ ആ ഒരു അവസ്ഥയെ കൂടെ നമ്മൾ കടന്നു പോകുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഞാനേ റൂമിലേക്ക് വരുമ്പോ ചേട്ടൻ ഒരു കിളിയും കൈ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞാനിത് ഇതും പിടിച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ ഇരിക്കണ്ട. അവൻ എന്തുട്ടാന്ന് ചോദിച്ചപ്പോ ചേട്ടൻ പറയണ എന്തുട്ടാന്ന് വെച്ചാലേ ഒറ്റ കാശില്ല കയ്യില്. അപ്പൊ ചേട്ടൻ കാശും കൊടുക്ക് പൊട്ടിച്ചു. അപ്പൊ കാശും കൊടുക്കല് കുറച്ച് ചില്ലറ പൈസ ഉണ്ടായിരുന്നു, അതൊക്കെ എണ്ണി നോക്കിയപ്പോ 148 രൂപ 50 പൈസ അല്ലേ, 50 പൈസ ഉണ്ട്. അതൊരു കിഴിയിലാക്കി അത് കെട്ടി ഇരിക്കുക, ഒരു ടവലില് കെട്ടിയിട്ട്. കാരണം ഒറ്റ പൈസയിലെ കയ്യില. അപ്പൊ എന്തുട്ടാ ചെയ്യാ? അപ്പൊ നോക്കിയപ്പോഴാണ് ഈ കാശും കൊടുക്കുക, മണ്ണിന്റെ ഒരു കാശും കൊടുക്കില്ലേ, അത് പൊട്ടിച്ചു. എന്നിട്ട് ആ പൈസ കയ്യിൽ പിടിച്ച അതുപോലത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഒറ്റ പൈസ കയ്യിലില്ലാണ്ട്. അല്ലൻ ചേട്ടൻ്റെ വീട്ടിൽ താമസിച്ച കാരണം പട്ടിണി കിടന്നില്ല, അല്ലൻ ചേട്ടൻ പണിക്ക് പോകണ്ടല്ലോ, അതുകൊണ്ട് അവിടെ ചോറും കൂട്ടാൻ വെക്കണായിരുന്നു, നമുക്ക് ഭക്ഷണം കിട്ടി. അങ്ങനത്തെ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇങ്ങനെ കുറേ പാസ്റ്റിലുണ്ടായത് കൊണ്ടും പിന്നെ നമ്മൾ അതിനേക്കാളും ബുദ്ധിമുട്ടിലുള്ളവരെ നോക്കി അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. കാരണം ചേട്ടൻ കഷ്ടപ്പാടിൻ്റെ ഇടയിലും ചേട്ടൻ എന്ന് പറഞ്ഞാൽ വേറെ പൊട്ട സ്വഭാവങ്ങളൊന്നുമില്ല. ഈ ബുദ്ധിമുട്ടിൻ്റെ ഇടയിലും കുടിച്ച് വന്ന് ഭാര്യമാരെ തല്ലി അങ്ങനെ ചെയ്യണ ആണുങ്ങൾ
ഭർത്താക്കന്മാരുണ്ട്. ഇപ്പം എൻ്റെ വീടിൻ്റെ അവിടെയായാലും നമ്മൾ അങ്ങനെ കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ വീട്ടിൽ അങ്ങനെ ആ ചേച്ചി ജോലിക്ക് പോയിട്ടാണ് ആ കുടുംബം കഴിയണത്. പക്ഷെ അത് ജോലി കഴിഞ്ഞ് വന്നാൽ അതിന് കിടന്നുറങ്ങാൻ മനസ്സമാധാനമില്ല. ആ ചേട്ടൻ തല്ലിയിട്ട് ആ ചേട്ടൻ പണിയെടുക്കണതും കുടിക്കും. ഈ ചേച്ചി പണിയെടുത്ത് കൊണ്ടുവരുന്നത് വെക്കാൻ പറ്റില്ല, വീട്ടിൽ പൈസ വെക്കാൻ പറ്റില്ല. ആ പൈസ കട്ടെടുത്ത് കൊണ്ടുപോയി കുടിക്കും. ആ ചേച്ചി എൻ്റെ അമ്മേരെ കയ്യിലെ പൈസ ഏൽപ്പിക്കുക. പിറ്റേ ദിവസത്തെ ഒരു ആവശ്യത്തിനുള്ള കാശ് മാത്രം അത് അവിടെ വെച്ചിട്ട് ബാക്കി പൈസ അമ്മേരയിൽ കൊടുക്കുക. പിറ്റേ ദിവസത്തേക്കുള്ളത് ശ്രീദേവേച്ചിരയിൽ കൊടുത്ത് പിന്നെ വീണ്ടും അത് ഇന്ന് കൊടുത്ത് നാളെ കാലത്ത് പോയി വീണ്ടും വാങ്ങാൻ നിൽക്കണ്ടെന്ന് വെച്ചാൽ അത് അവിടെ എടുത്ത് വെച്ചാൽ വരെ ചിലപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടിയിൽ വിറകിടുന്ന സ്ഥലത്തൊക്കെ ആവും കാശ് എടുത്ത് വയ്ക്കുക. അവിടെ നിന്ന് പോലും ആ ചേട്ടാ അത് തപ്പി പിടിച്ചെടുത്ത് എങ്ങനെയാണെന്നറിയില്ല. ആള് മണത്ത് എവിടെ ഒളിപ്പിച്ച് വെച്ചാൽ ആ കാശ് എടുത്തുകൊണ്ട് പോയി കുടിക്കുന്നിട്ട് ആ ചേച്ചി ഇങ്ങനെ കരയും. ഇടി കിട്ടണത് വേറെ ചേട്ടന്റെ കയ്യിൽ. പോലീസൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങള് പോലീസിനെ വിളിച്ചിട്ട് ഒരു വട്ടം ഇടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയാ. ചേച്ചി ഇടി കിട്ടി ഓടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ചേട്ടൻ പിന്നാലെ വന്ന് വാതുക്കെ വന്നിട്ട് വിളിക്കുക അവളെ ഇറക്കി വിടാൻ പറഞ്ഞിട്ട്. അങ്ങനത്തെ ഞങ്ങൾ പോലീസിനെ വിളിച്ചിട്ട് അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നു. ഞാൻ വിചാരിക്കണം അതൊന്നുമില്ലല്ലോ, സാമ്പത്തിക പ്രശ്നങ്ങളല്ലേ, അതെന്തെങ്കിലും തീരും. മാറാരോഗങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ കുട്ടികളുണ്ടാവാത്തത് അത് ദൈവം എന്തെങ്കിലും തരും. കുട്ടികളുണ്ടാവാണ്ട് വേറെ കുറേ പേരെ നമ്മൾ കാണുന്നുണ്ട്. 10ഉം 20ഉം കൊല്ലെത്തിയിട്ട് ഉണ്ടാവാണ്ട് നടക്കണവരെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ആശ്വസിക്കും. അപ്പം ആ അവസ്ഥകളിൽ കൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ടെന്ന് പറയാം. ഇപ്പം ഇന്ന് മൂന്നോണാണ്. മൂന്നോണത്തിനും നമുക്ക് ഓർമ്മകളുണ്ടല്ലോ. എൻ്റെ ഈ മൂന്നോണത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ചരമവാർഷിക ആവേണ്ട ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. ചേട്ടന് കൊറേ ഉണ്ട് ചരമവാർഷികം. പൂരത്തിന്റെ സമയം വന്നൊരു ചരമവാർഷികം ഉണ്ട്. തൃശ്ശൂർ പൂരത്തിന്റെ ഇടയിൽ വിട്ടന്ന് ചത്തുപോയല്ലേ. അത് ജാമായി മൂന്നോണത്തിന്റെ അന്ന് അതായത് മാമന്റെ അത് അമ്മായിനെ അതായത് അച്ഛൻ്റെ പെങ്ങളെ കൊടുത്ത വീട് പനമൂക്കിലാണ് നെടുപുഴ കുറുക്കഞ്ചേരി കഴിഞ്ഞിട്ട് അവിടെ കോൾപ്പാടന്ന്. അപ്പോൾ ഓണത്തിന് ഒരു കൊല്ലം ഓണത്തിന് അങ്ങോട്ട് പോയി. അതായത് കണിമംഗലം SN സ്കൂളിൽ ഒരു പൂക്കള മത്സരമുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പൂക്കള മത്സരം നടന്നിട്ടുള്ളത് ഈ കണിമംഗലം SN സ്കൂളിലത്തെ ഓരോ ക്ലാസ്സുകൾ തമ്മിലുള്ള മത്സരമാണ്. അവരെ പൂക്കളങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കണ്ണഞ്ചിപ്പിക്കുന്ന സാധനമാണ്. നമ്മൾ സങ്കല്പിക്കാൻ പോലും പറ്റില്ല അവർ പൂക്കള മത്സരം. അപ്പോൾ അത് കാണാനായിട്ട് അവിടെ ഈ അമ്മായിക്ക് 3 ആൺമക്കളുണ്ട്. അവർ ഈ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ അവർ അങ്ങോട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. മൂന്നോണത്തിൻ്റെതാണ് പൂക്കളം. അപ്പോൾ ഇന്നലെ കേട്ടോ എൻ്റെ ചരമവാർഷികമുണ്ട്. രണ്ടോണത്തിൻ്റെ അന്ന് ഇന്നലെ അതായത് രണ്ടോണത്തിൻ്റെ അന്ന് ഞങ്ങൾ ഈ കോൾപ്പാടം ഉത്രാടത്തിന്റെ അന്നാണ് പലരും ഒന്നോണം എന്ന് പറയാം. അതെ, തിരുവോണത്തിന്റെ അന്ന് രണ്ടോണം, തിരുവോണത്തിന്റെ മൂന്നോണം എന്ന് പറയും. അല്ല കലണ്ടറിലൊക്കെ കലണ്ടർക്കാര് പലത് എഴുതും. അതെ, എന്നിട്ട് നമ്മള് തൃശ്ശൂർക്കാര് രണ്ടോണം എന്ന് പറയും. തിരുവോണത്തിന്റെ പിറ്റേ ദിവസം ഞങ്ങള് പുലികളി നാലോണം പുലികളി എന്ന് പറയാം. അങ്ങനെ ഞങ്ങള് കോൾപ്പാടം, അതായത് കോളില് വെള്ളം കടല് പോലെ വെള്ളം കിടക്കണം. അവിടേക്ക് വെറുതെ പോയി. ഞങ്ങള് ഈ മാമന്റെ 3 മക്കള് പിന്നെ വേറൊരു ചെക്കൻ ഞാനടക്കം പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴുണ്ട് ഒരു വഞ്ചി എടുക്കുന്നു, വലിയ വഞ്ചി. കരയില് ഒരു കയറുകൊണ്ട് കെട്ടിയിട്ട് എടുക്കണം. അതിലൊരു തുഴയുണ്ട്. മാമന്റെ മൂത്ത മോന്റെ പേര് പ്രദീപൻ എന്നായിരുന്നു. അപ്പൊ നല്ല സൈസാണ്. പറഞ്ഞു വഞ്ചി നല്ല സൈസാണ്. അപ്പൊ പ്രസന്ന എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 വയസ്സ് അത്രയേ ഉള്ളൂ. 7 വയസ്സിന് താഴെ അവണ്ട്. 7, 9, 11. പ്രദീപിന് 11 വയസ്സ് അത്രേ ഉള്ളൂ. 12 വയസ്സ്. എനിക്ക് അതിന്റെ താഴെ വയസ്സ്. ഞങ്ങള് പ്രദീപ് എന്നിട്ട് വഞ്ചി എടുത്തു. വഞ്ചി കട്ടഴിച്ച് വണ്ടിയിലല്ല അതിൽ കയറിയിരുന്ന് ഞങ്ങൾ അങ്ങോട്ട് തുഴഞ്ഞു. അപ്പൊ അവിടെ ഒന്നും അറിയില്ല കേട്ടാ. ഈ സാധനം അവിടെ ഈ കടല് പോലെ തന്നെ വെള്ളം കിടക്കുന്നില്ല. ഇങ്ങോട്ട് തുഴഞ്ഞ് അങ്ങോട്ട് പോയിട്ട് ഈ അകലെ അയ്യൂന്ന് കാണാം. 5 കുന്നുകൾ കാണാൻ പറ്റും. കുറച്ചവിടെ ദൂരം പോയി, 150 മീറ്റർ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരുത്തൻ ഈ വഞ്ചി അവിടെ തന്നെ കുളിക്കുന്നുണ്ട്. വഞ്ചിയുടെ ഒപ്പം തന്നെ അവൻ നീന്തി വന്നിട്ട് അകലെത്തിയപ്പോ ഈ വഞ്ചിയും അവൻ കയറി പിടിച്ചു. ഈ വഞ്ചി ഇതിങ്ങനെ കിടന്നങ്ങട് പാടി അതിലേക്ക് വെള്ളം കയറി തുടങ്ങി. വെള്ളം കയറി പേടിച്ചു, നിലവിളിച്ച വഴിക്ക് ഈ ചെറിയ ചക്കരി പ്രസന്ന താഴെയുള്ള 7 വയസ്സ് അവൻ വെള്ളത്തിലേക്ക് ചാടി.
ഭാരം കുറയ്ക്കാൻ ചാടി. അവൻ ചാടി അവൻ നീന്തലറിയില്ല. അവനെ കൈകാലിട്ടടിച്ച് അങ്ങോട്ട് പോണു. ഞങ്ങള് വെള്ളം തക്കി കളയാൻ ഒരു പാത്രം ഉണ്ട്, അതൊട്ട് തക്കി കളയാനും പേടിച്ചിട്ട് നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭാഗ്യത്തിന് പിന്നെ വഞ്ചി ആ ചെക്കൻ കുറച്ച് വിട്ട് അവൻ ഒരു സൈഡ് ഇങ്ങോട്ട് തള്ളി പിടിക്കും. അവൻ ഭയങ്കര നീന്തലത്തിലായിരുന്നു, തള്ളി പിടിച്ചു. ഭാഗ്യത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ മറിഞ്ഞു വീഴേണ്ട. വഞ്ചി തലകുത്തി മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചത്തുപോയേനെ. സംഗതി ചിലപ്പോൾ ഇവിടുത്തെ ഈ മൂത്ത വഞ്ചി തൊഴിലിന്റെ പ്രദീപന്റെ ആദ്യം മുഴുവൻ മറ്റോൻ ഈ അനിയൻ നീന്തി പോണ് നോക്കിയിട്ട് കാരച്ചിനെങ്കിൽ അവൻ ഏത് നിമിഷം മുങ്ങിപ്പോവാ. പക്ഷെ അവൻ നീന്തി കരയിലെത്തി എന്നുള്ളതാണ്. ഒരു നീന്തല് ശരിക്കും പോലും അറിയാത്തൊരു ചെക്കൻ നീന്തി കരയിലെത്തി. അങ്ങനെ ശരിക്കും പറഞ്ഞെങ്കിൽ അത് വരുന്നുണ്ട് കേട്ടോ, നമ്മള് പറയണ്ടേ, പരിചയപ്പെടുത്തിയിട്ടുണ്ട്, സംസാരിക്കാൻ തുടങ്ങി നമ്മൾ ചിരിച്ച് വയ്യാണ്ടോ. അത് പറയാം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ രണ്ടോണത്തിന്റെ നമ്മുടെ ഒരു ചരമവാർഷികമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. അങ്ങനെ രക്ഷപ്പെടൽ നടത്തി. എന്നിട്ട് പൂക്കള മത്സരം കാണാൻ പോകും. മൂന്നോണത്തിന്റെ പൂക്കള മത്സരം കാണാൻ പോയി. അവിടുത്തെ പൂക്കള മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ജഡ്ജിമാർ വരും. അത്രയും ഗംഭീരമായ ഒരു പൂക്കള മത്സരമാണ്. ഇപ്പൊ എനിക്ക് പൂക്കള മത്സരം ഉണ്ടോന്ന് അറിയില്ല. എല്ലാ സ്കൂളിലും ഉണ്ടല്ലോ. പിന്നെ മൂന്നോണത്തിന്റെ എന്നുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നോണ ടൈമില് മൂന്നോണത്തിന്റെ ആ ടൈം ആകുമ്പോ അമ്മ ഈ നേന്ത്രപ്പഴങ്ങളില്ലേ, എല്ലാ വീട്ടിൽ നിന്ന് നേന്ത്രക്കൊലകള് അതൊക്കെ അത്യാവശ്യം തിന്ന് ഒരുവിധം പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഓണത്തിന്റെ സമയത്ത് ഒരു കൊല പഴം ഇവിടെ 5 കൊല വാങ്ങിക്കൂട്ടാ. നേന്ത്രക്കൊല വാങ്ങിക്കും. നേന്ത്രക്കൊല ഇല്ലാത്ത പരിപാടിയില്ല. കാരണം ഇവിടെ അത്രയും പേരുണ്ടല്ലോ വീട്ടില്. ആ സമയമാകുമ്പോ ഈ തിന്നു മടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള പഴങ്ങളൊക്കെ ഇങ്ങനെ ഒരു കറുത്ത കളറായി ഉണ്ടാവും. അപ്പൊ അമ്മ വലിയൊരു വട്ടച്ചെമ്പുണ്ട്, അതില് അടിയിൽ കോല് വെച്ചിട്ട് ഈ പഴം മുഴുവൻ കോല് വയ്ക്കും. കോലുകൾ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മീത ഈ പഴങ്ങൾ അങ്ങോട്ട് അടക്കി വെച്ചിട്ട് പാത്രം വെച്ചിട്ട് പുഴുങ്ങി വയ്ക്കും. എന്നിട്ട് ആ സാധനം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തിന്നും. അത് ഇന്നെനിക്ക് അത് തിന്നുമ്പോ എനിക്കൊരു ഓർമ്മ വന്നു. ശരിക്ക് ഞാനും ഇപ്പൊ ഇവിടെ കാലത്ത് തന്നെ അത് പുഴുങ്ങി. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പോലെ, നമ്മുടെ വീട്ടിലത്തെ കൊല തന്നെയാ, ചെറുതായിരുന്നു, ചെറിയൊരു നേന്ത്രക്കൊലയായിരുന്നു അത്. പക്ഷെ ബാക്കി ഒരു 2 വടല ബാക്കിയുണ്ട്, അത് കറുത്ത് തുടങ്ങി. അപ്പൊ അത് പുഴുങ്ങിയിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയാം, ചേട്ടാ ഇതേ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടാ, അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചോളൂന്ന്. നാശായി പോന്ന് പറഞ്ഞിട്ടേ നമ്മളോട് പറയുന്നതേ ചേട്ടന്റെ അടുത്ത്. നമുക്ക് അല്ല, എനിക്കും ഇല്ല ആഗ്രഹം, അങ്ങനെയൊക്കെ പറയാനായിട്ടൊരു ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. ഇവിടേക്ക് ഞാൻ പറയാനായിട്ട് അവസരം കൊടുക്കാറില്ല. എനിക്ക് ഒരു സാധനം ചേട്ടൻ അതെടുത്ത് കഴിക്കട്ടാ, ഈ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടുത്ത് കഴിക്കീന്ന് പറയാൻ ഉള്ള ഒരു അവസരം തരാറില്ല. എനിക്ക് ഇത്തിരി ബാക്കി വെച്ചോളോട്ടെ അത്, അങ്ങനെ പറയേണ്ടി വരാറ് എനിക്ക്. നമുക്ക് ഓണത്തിന് നമുക്ക് ഈ ഓണസദ്യയും കാര്യങ്ങളൊക്കെ കഴിക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓണാകുമ്പോൾ ഇങ്ങനെ നല്ല സദ്യ കഴിക്കുമ്പോഴാണ് നമുക്ക് ഓണം ആഘോഷിച്ചു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാവുക. ഞാൻ സരിതോട് പറയും, നമുക്ക് അത്തം തൊട്ടിട്ട് എല്ലാ ദിവസവും ഒരു ഓണാവണ വരെ ഉത്തരാടം വരെ കഞ്ഞിയും ചമ്മന്തിയാക്കാം പറയും. അത് കഴിഞ്ഞിട്ട് ഓണത്തിന്റെ അന്ന് ഒരു സദ്യ വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഭയങ്കര ടേസ്റ്റുള്ള സദ്യ. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് എപ്പോ വേണമെങ്കിലും സദ്യ കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഓണം എന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സ്, പുതിയ ഡ്രസ്സ് വാങ്ങിക്കും, അത് മെയിൻ. പിന്നെ നമുക്ക് നല്ല ഭക്ഷണം, പലഹാരങ്ങള് കഴിക്കാം, കായ വറുത്തത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പലഹാരം. പിന്നെ ഓണത്തിന്റെ കാലത്ത് തന്നെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുമല്ലോ. ബാക്കി 3 നേരം ചോറ് തന്നെയല്ലേ. അപ്പൊ ഓണത്തിന്റെ എന്തെങ്കിലും പലഹാരം, പുട്ട അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പൊ അത് പിന്നെ അണിഞ്ഞൊരുങ്ങി സിനിമ കാണാൻ പോവാം, അല്ലെങ്കിൽ സിനിമയ്ക്ക് എന്തായാലും പോവും. ആ 10 ദിവസം മുടക്കിൽ ഒരു സിനിമയ്ക്ക് എന്തായാലും പോവും. അപ്പൊ അതൊക്കെയാണ് ആലോചിക്കുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അതില്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കണു, ഇഷ്ടമുള്ളപ്പോ പായസം കുടിക്കാൻ പായസം ഉണ്ടാക്കി കുടിച്ചു, അങ്ങനെ പറയുമ്പോ ഒരു ഇത് തോന്നുന്നില്ല ഇപ്പൊ ആർക്കും. വിദേശത്തുള്ളവരാണ് ഓണാഘോഷിക്കണത്, കേരളത്തിലുള്ളവരൊക്കെ ടൂർ പോവാ. പൂരത്തിന് അല്ല, ഓണത്തിന്റെ തലേ ദിവസം എല്ലാവരും ടൂർ പോവും. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഓർമ്മകള്.